തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാലുടൻ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. സുപ്രധാന പദവികൾ ഉൾപ്പെടെ മാറ്റത്തിന് സാധ്യതയുണ്ട്. ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ ഇടക്കാലത്തായിട്ട് തന്നെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം, അതിലൊരു ഇടപെടലുകൾ നടത്തുന്നില്ല. പോലീസിനിടയിൽ തന്നെ ഗുണ്ടകളെ സഹായം ചെയ്യുന്നവരുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തുവന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വൻ ഒരു അഴിച്ചുപണിക്ക് സാധ്യതകൾ കാണുന്നത്. രജനി, തീർച്ചയായും സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തലസ്ഥാന ജില്ലയിൽ പോലും ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ഈ കൊലപാതക കേസുകളിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങുന്നവർ പോലും പിന്നീട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ പോലും വർദ്ധിച്ചു വരികയാണ്. സമാനമായ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കരമനയിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികൾ നേരത്തെ ഒരു കൊലപാതക കേസിൽ ഉൾപ്പെടുകയും അവർ പിന്നീട് ജാമ്യത്തിലിറങ്ങിയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചത്. അത് പോലീസിന്റെ വീഴ്ച മൂലമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാകുകയും ചെയ്തിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിൽ സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ളവരെ മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്റലിജൻസിലും മാറ്റമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ സംസ്ഥാന പോലീസിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി DYSPമാർ വരെയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. ഇവരെയും തിരികെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. പെരുമാറ്റച്ചട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പോലീസ് സേനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ചും ഈ ഗുണ്ടകളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് പലതവണ റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായി. ആലപ്പുഴ DYSP ഗുണ്ടാ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത സംഭവം പുറത്തു വന്നതും ആഭ്യന്തര വകുപ്പിനെ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, തൃശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടു, അവിടുത്തെ കമ്മീഷണർ തന്നെ ഇടപെട്ടു എന്ന സംഭവം സർക്കാരിന് നാണക്കേടുണ്ടാക്കി. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം സമഗ്രമായ മാറ്റം, അതായത് പോലീസ് തലപ്പത്ത് ഉൾപ്പെടെ സമഗ്രമായ മാറ്റത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പോലീസിൽ ഈ IPS ഉദ്യോഗസ്ഥരുടെ അഭാവം വലിയൊരു പ്രശ്നമായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം പല IPS ഉദ്യോഗസ്ഥരും സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ വയ്യാതെ ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IG-മാരുടെയും DIG-മാരുടെയും എണ്ണത്തിൽ വലിയ കുറവ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സമഗ്രമായൊരു മാറ്റം തന്നെയാകും സംസ്ഥാന പോലീസിൽ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുക എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. രജനി, പോലീസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. പെരുമാറ്റച്ചട്ടം മാറിയാലുടൻ തന്നെ നീക്കങ്ങൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജീവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.